ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ബഹ്ജാസ് വ്ലോഗ്. പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ? ഞാൻ കുറേ ആയില്ലേ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഓരോരോ തിരക്ക് കാരണം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ താത്തയും അളിയനൊക്കെ വന്നപ്പോൾ അളിയനും വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ആട്ടോ അത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കുഞ്ഞു കുട്ടീനെ നമ്മൾ കുളിപ്പിച്ച് മാറ്റിച്ച് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച പോലെ തോന്നി കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ക്യൂട്ട്നെസ് തോന്നിയപ്പോൾ വിചാരിച്ച് ഒരു വീഡിയോസ് എടുത്താലോ എന്ന്. അങ്ങനെ വീഡിയോസ് എടുത്തതാട്ടോ ഇത്. ഈ ഓറഞ്ചൊക്കെ കണ്ടോ, എന്തൊരു വൃത്തിയാണ്, നല്ല വൃത്തിയുള്ളത്. കണ്ടാൽ നമ്മൾ ഷോക്കേസിൽ വെക്കാൻ തോന്നും, കഴിക്കാൻ തോന്നൂല, അത്രയ്ക്ക് നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ. നോമ്പാണ് ഓർമ്മ വന്നത്. നോമ്പിന് നമ്മൾ ഇതുപോലെ കുറേ ഫ്രൂട്ട്സ് കഴിക്കുമല്ലോ നോമ്പിന്. സാധാ ദിവസത്തിനേക്കാളും ഫ്രൂട്ട്സ് ഞാൻ കൂടുതൽ കഴിക്കുക നോമ്പിനാണ് കേട്ടോ. നോമ്പിന് എനിക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഫ്രൂട്ട്സ് കുറേ വേണമെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ചിന്ത കേട്ടോ നോമ്പ് പിടിച്ചാൽ. അങ്ങനെ അതുകൊണ്ട് നോമ്പാണ് കേട്ടോ ഓർമ്മ വന്നത്. പിന്നെ കുറച്ച് നേരം അതൊക്കെ ഉമ്മച്ചിൻ്റെതൊക്കെ കൊടുത്ത് ഞാനും ഷൗക്കത്തേക്ക് ഞങ്ങളത് കഴിക്കാൻ വേണ്ടി വൃത്തിയാക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അളിയന് കുറച്ച് ചോക്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചോക്ലേറ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാണ് കേട്ടോ. നമുക്ക് എത്ര ചോക്ലേറ്റൊക്കെ കഴിച്ചാലും, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ വലിയ താത്തൻ്റെ മക്കൾ കൊണ്ടുവന്നിട്ടും എനിക്ക് കുനാഫ ചോക്ലേറ്റ് അങ്ങനെ കുറേ ചോക്ലേറ്റ് ഇടയ്ക്കിടയ്ക്ക് കിട്ടും കേട്ടോ. അതൊക്കെ ഞാൻ കഴിക്കുമെങ്കിലും അങ്ങനെ എപ്പോഴും കിട്ടും ചോക്ലേറ്റൊക്കെ. ചോക്ലേറ്റൊന്നും അവിടെ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് തീരാനില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ആ ബോട്ടിൽ നിറയും കേട്ടോ. ഓരോ പ്രാവശ്യം ഓരോ താത്തമാർ അളിയന്മാരൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നിട്ട് എപ്പോഴും ചോക്ലേറ്റ് ഉണ്ടാവും കേട്ടോ. നല്ല രസമാണല്ലോ. പിന്നെ ഞാനും കഴിക്കും, മക്കളൊക്കെ ഇവിടെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കും കേട്ടോ. ഷൗക്കത്തിൻ്റെ കാക്കൻ്റെ കുട്ടികളും അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ. എല്ലാവരും അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാനും ഇങ്ങനെ കഴിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ ഇങ്ങനെ ഷൗക്കത്ത് ഇങ്ങനെ വെറുതെ ഓരി വെക്കുന്നതാട്ടോ. ആൾ കഴിക്കൊന്നുമില്ല, കുറച്ചൊക്കെ കഴിക്കും, എന്നാലും അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ മധുരം. എന്നാലും നമ്മൾ എത്രയൊക്കെ ചോക്ലേറ്റ് കഴിക്കുന്നതാണെങ്കിലും ഒരാൾ കൊണ്ടുവരുമ്പോൾ അപ്പോഴും ഭയങ്കര സന്തോഷം. ഒരു സന്തോഷത്തോടെ നമുക്ക് ഓരോന്ന് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ചെറിയ കുട്ടികളെ മാതിരി അത് കട്ടിലൊക്കെ വിതറി വെച്ച് ഇങ്ങനെ എണ്ണി നോക്കലും ഓരി വെച്ച് ഇതെനിക്ക് എന്നൊക്കെ പറയാട്ടോ. ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോസ് ആക്കിയാലോ എന്ന്. ഇങ്ങനെ കഴിക്കുന്ന കാര്യമൊന്നും അങ്ങനെ വീഡിയോ ഇടാൻ സമ്മതിക്കാത്ത ആളാട്ടോ. എന്നാലും ഇത് പിന്നെ മിഠായികളൊക്കെ അല്ലേ, അപ്പോൾ അത്ര അങ്ങോട്ട് കൊതി വരുമൊന്നുമില്ലല്ലോ. കുഞ്ഞു കുട്ടികൾക്കല്ലേ കൊതി വരുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ അങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ടത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒന്നിനും ഇഷ്ടമുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കൊതി തട്ടുമെന്ന് വെച്ചിട്ടൊന്നുമല്ല, പിന്നെ അഹങ്കാരമാണെന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ അധികം വീഡിയോസും അങ്ങനെ ആരും ഇടാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഈ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, അതാണ് ഷൗക്കത്ത് ഇത് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി എടുത്തതാട്ടോ. അപ്പോൾ മാറ്റി വെക്കാൻ വേണ്ടി വെക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചോക്ലേറ്റും. അപ്പോൾ പിന്നെന്തെല്ലാം വിശേഷങ്ങൾ? ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി നെട്ടോട്ട് ഓടുമായിരിക്കൂലേ. 2002 വോട്ട് ലിസ്റ്റിലില്ലാത്തവർ എന്നെ പോലെയുള്ളവരൊക്കെ അതൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവൂലേ. ഞാനും കൊടുത്തു കേട്ടോ. വോട്ടുള്ള കാലത്ത് ചെയ്യാതൊക്കെ നടന്ന ആൾക്കാരാട്ടോ ഞങ്ങൾ. പക്ഷേ വോട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റൂലല്ലോ. അത് നമ്മുടെ അവകാശമല്ലേ, അതാർക്കും ഇല്ലയെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വോട്ട് ആക്കി വെക്കാമെന്ന്. ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ ഷൗക്കത്തിൻ്റെ ഒരു അടിപൊളി സ്മൈലോട് കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കണ്ടോ, ഇതാണ് ആ ചിരി, പാവം. ഈ ചിരിക്ക് നിങ്ങൾ എന്തായാലും ലൈക്ക് കൊടുക്കണം കേട്ടോ.